ഹലോ, അസ്സലാമു അലൈക്കും. എന്താ എല്ലാവരും വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഓട്സ് ഉപ്പുമാവായിട്ടാണ്. അതിന് നമുക്ക് ആദ്യം കപ്പലണ്ടിയും ഗ്രീൻ പീസും എടുക്കാം. ഗ്രീൻ പീസും കപ്പലണ്ടിയും നന്നായി കഴുകിയിട്ട് നമുക്കൊരു പാത്രത്തിൽ വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ടിട്ട് വേവിക്കാൻ വെക്കാം. 10 മിനിറ്റ് കൊണ്ടൊക്കെ വേവും. അതവിടെ ഇരുന്ന് വേവട്ടെ. അപ്പോഴത്തേനും നമുക്ക് ഓട്സ് ഒന്ന് വറുത്തെടുക്കാം. പാൻ ചൂടായതിലേക്ക് 1.5 കപ്പ്, ചെറിയ കപ്പിലാട്ടോ 1.5 കപ്പ് ഓട്സ് എടുത്തേക്കണത്. അത് നന്നായി റോസ്റ്റ് ചെയ്തെടുക്കാം. ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. ഇപ്പോൾ ഒരുവിധം ആവാനായി തുടങ്ങിയിട്ടുണ്ട്. കുറേ നേരമൊന്നും വെക്കണ്ട കേട്ടോ, കുറച്ച് നേരം മതി, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. അവിടെ കപ്പലണ്ടിയും പിന്നെ ഗ്രീൻ പീസും വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഇത് തടി കുറയാനും പിന്നെ ഷുഗർ ഉള്ളവർക്കൊക്കെ നല്ലതാണ്. വേഗം വയറ് നിറയുകയും ചെയ്യും, പെട്ടെന്ന് വിശക്കൂല, നല്ലതാണല്ലോ. ഓട്സ് ഷുഗർ ഉള്ളവർക്കൊക്കെ ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഇവിടെ അമ്മക്ക് ഷുഗർ കൂടിയാലൊക്കെ ഞാൻ ഇതാ കൊടുക്കാറ്, പെട്ടെന്ന് കുറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് റോസ്റ്റായി വന്നിട്ടുണ്ട്. നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അതേ പാത്രം തന്നെ നമുക്ക് വീണ്ടും ചൂടാക്കാൻ വെക്കാം. അത് കഴുകൊന്നും വേണ്ട, ഇപ്പോൾ നമ്മളത് വറുത്തെടുത്തതല്ലേ. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കുക, കുറച്ച് മതിയിട്ടാ. കടുക് ഇടുക, കുറച്ച് ഉഴുന്നിടുക, അതൊന്ന് പൊട്ടണ വരെ കാത്തിക്കുക. വേപ്പില ഇടാൻ ഞാൻ മറന്നുപോയി. എല്ലാം കഴിഞ്ഞ് എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് വേപ്പില ഇട്ടില്ലല്ലോ എന്നുള്ള ഓർമ്മ വന്നത്. അപ്പം നിങ്ങളുടെ കയ്യിൽ വേപ്പിൻ്റെ ഇല ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്തോളൂ കേട്ടോ, ഞാൻ മറന്നതുകൊണ്ടാണ് ഇടാഞ്ഞത്. അപ്പോൾ അതായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഇഞ്ചിയും പച്ചമുളകും ഇടുക. 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇതിന് അത്യാവശ്യത്തിന് എരിവിനുള്ളത് എടുത്തിട്ടുള്ളൂ. 2 പച്ചമുളകും ചെറിയൊരു പീസ് ഇഞ്ചി എടുത്തേക്കണത്. അപ്പോൾ അതൊന്ന് അതിൻ്റെ ആ ഇഞ്ചിയുടെ ഒക്കെ ഒരു മണം പോണ വരെ ഒന്ന് തിളക്കുക. അതിലേക്ക് ഒരു സബോള, ചെറിയ സബോള എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിട്ടിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കുക. സബോള ഒന്ന് ഇതായി വരുമ്പോഴത്തേക്കും നമുക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ക്യാരറ്റിനും സബോളയും ഇട്ട് കൊടുത്തു. നല്ല രസമുണ്ട് കേട്ടോ കഴിക്കാൻ. ഓട്സ് വെറുതെ കുറുക്കി കഴിക്കണേക്കാട്ടിയും രസമുണ്ട് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഓട്സിൽക്കും കൂടിയുള്ള ഉപ്പ് ഇടണം, അപ്പം അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ഒന്നുണ്ടാക്കി നോക്കൂ കേട്ടോ ഓട്സ് ഉപ്പുമാവ്. ഇതിലേക്ക് നമ്മൾ കുറച്ച് നേരത്തെ വേവിച്ച് വെച്ച കപ്പലണ്ടിയും ഗ്രീൻ പീസും അതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക. ഇളക്കി കൊടുക്കണം കേട്ടോ, എല്ലാതും ഒരുമിച്ചാവാൻ വേണ്ടിയിട്ട്. ആ ഉപ്പും എല്ലാത്തിലേക്കും പിടിക്കണമല്ലോ, ഉപ്പും എരിവൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. നമ്മൾ റവ ഉപ്പുമാവ് ഉണ്ടാക്കിയില്ല, അതിനെക്കാട്ടി ഒരു രസമായിട്ട് തോന്നിയിട്ടുണ്ട് ഇത് കഴിക്കുമ്പോൾ. പിന്നെ നല്ലതാണല്ലോ, ഓട്സ് നല്ലതാണല്ലോ. ഇനി നമുക്ക് അടച്ച് മൂടി വെക്കാം. അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് വേവിക്കുക. ക്യാരറ്റൊക്കെ ഒന്ന് വേവണ സമയം അത്ര വെച്ചാൽ മതി. 2-3 മിനിറ്റ് അടച്ച് വെച്ചാൽ മതി. അപ്പോഴത്തേനും വെന്തിട്ടുണ്ടാവും, ക്യാരറ്റൊക്കെ ഒന്ന് വെന്തിട്ടുണ്ടാവും. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഓട്സ് ഇട്ടിട്ട് എടുക്കാനുള്ള വെള്ളം മാത്രം മതി, കൂടുതൽ വെള്ളമുണ്ട് അപ്പോൾ കുഴഞ്ഞു പോകും. ഇനി ആ വെള്ളം തിളച്ച് വരണം. അപ്പോൾ നമുക്കൊന്ന് മൂടി വെക്കാം, തിളക്കണ വരെ ഒന്ന് മൂടി വെക്കാം. അപ്പോൾ തിളച്ചതിലേക്ക് നമുക്ക് ആ കുറച്ച് നേരം നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച ഓട്സ് ഉണ്ടല്ലോ, അതിട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കുക. ഒരു 10-15 മിനിറ്റിൻ്റെ ഉള്ളിൽ സംഭവം കഴിയും, അത്രേ ഉള്ളൂ, പെട്ടെന്നാവും. പക്ഷേ കഴിക്കാൻ രസമുണ്ട്. വെറുതെ മറ്റേ പാൽ ഒഴിച്ചിട്ട് കൊടുക്കണേക്കാട്ടി, അല്ലെങ്കിൽ നമ്മൾ വെറുതെ ഉപ്പിട്ടിട്ട് കുറുക്കിയിട്ട് കഴിക്കുമല്ലോ, അതിനേക്കാളൊക്കെ രസമുണ്ട്. നമ്മുടെ കയ്യിൽ അണ്ടിപ്പരിപ്പോ മുന്തിരി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കുക. ഇവിടെ അണ്ടിപ്പരിപ്പൊന്നും ഇല്ല, എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഉള്ളത് ഇട്ടിട്ട് ഞാൻ ഉണ്ടാക്കിയത്. ഗ്രീൻ പീസും ആ കപ്പലണ്ടി ഇങ്ങനെ പുഴുങ്ങിയെടുത്ത കാരണം വറുത്തിട്ടതിനെക്കാട്ടി ഒരു രസമുണ്ട് ഇതിന്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഓട്സ് ഇവിടെ ആയി.
നോക്കി നോക്കിയോ, കട്ട പിടിക്കുകയോ ഒട്ടി പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. കണ്ടോ, ഉതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഉപ്പുമാവാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം.